കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചേലക്കരയിലും പാലക്കാടും ഇനി നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്ന് നടക്കുമെന്നുള്ളതോ എന്നാണ് അതിൻ്റെ വിജ്ഞാപനം പുറത്തു വരിക എന്നുള്ളതോ ഒന്നും ആർക്കും അറിയാവുന്ന കാര്യമല്ല. ചിലപ്പോൾ 6 മാസം വരെ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ഈ ഘട്ടത്തിൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രിയങ്കരിയായ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്നുള്ളൊരു തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് പാലക്കാട് നിയമസഭാ മണ്ഡലവും ചേലക്കര നിയമസഭാ മണ്ഡലവും സംബന്ധിച്ച് ഒരു തീരുമാനവും ഒരു തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകളും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം KPCCയുടെ തന്നെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേരാനിരിക്കുന്നത് മറ്റന്നാളാണ്, 20-ാം തീയതിയാണ്. അപ്പം ഇലക്ഷൻ റിസൾട്ടിന് മുൻപാണ് ഇതിനു മുമ്പ് ഒരു യോഗം ചേർന്നത്. അപ്പോൾ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ആദ്യത്തെ യോഗം പോലും ചേരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ ഓരോ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന വാർത്തയോട് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രതികരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാറായിട്ടില്ല. ഏതായാലും ഒരു സംശയവും വേണ്ട, ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിലും UDF വലിയ വിജയം നേടും. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിന്ത ഇന്ന് UDFനൊപ്പമാണ് എന്ന് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട്. 110ഓളം അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പാലക്കാട് മണ്ഡലവും ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം നൽകിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് പാലക്കാടും വയനാട്ടിലും അതുപോലെ തന്നെ ചേലക്കരയിലും നല്ല വിജയം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വായിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായം കേൾക്കുന്നതിന് ഈ ഘട്ടത്തിൽ പ്രസക്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് അത് പെട്ടെന്ന് ഉരുത്തിരിവന്ന സാഹചര്യമാണല്ലോ, നമ്മളാരും പ്രതീക്ഷിച്ചതല്ലല്ലോ. അപ്പോൾ വയനാട്ടിൽ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കും എന്നുള്ളത് ഇലക്ഷന് മുമ്പ് തന്നെ നമുക്കറിയാം. പക്ഷേ പാലക്കാട് ശ്രീ ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായി വന്ന നിമിഷം തൊട്ടാണ് അങ്ങനെ ഷാഫി വടകരയിൽ ജയിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരില്ലേ എന്നുള്ള ഒരു ചർച്ച തന്നെ കേരളത്തിലുണ്ടായി. ഇപ്പോൾ ഒരു 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അല്പം കൂടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.